പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമേൻ. ഇന്ന് ജൂലൈ 22 ബുധനാഴ്ച. 2 ശമൂവേൽ 14 അധ്യായം 14 വാക്യം. നാം എല്ലാവരും മരിക്കേണ്ടവരാണ്, നിലത്തൊഴിച്ച വെള്ളം പോലെ വീണ്ടും ശേഖരിക്കപ്പെടാത്തവരുമാണ്. എങ്കിലും ദൈവം ജീവനെ എടുത്തു കളയുന്നില്ല. അകന്നുപോയവൻ തന്നിൽ നിന്ന് അകന്നു പോകാതെ ഇരുപ്പാൻ അവൻ മാർഗങ്ങൾ ആലോചിക്കുന്നു. ഈ മനോഹരമായ പ്രഭാതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം പ്രത്യാശയുടേതാണ്. രാത്രിയുടെ ഇരുട്ട് പ്രഭാതത്തിന്റെ വെളിച്ചത്തിന് വഴിമാറുന്നത് പോലെ നിരാശയുടെ നിഴലുകൾ ദൈവകൃപയുടെ പ്രകാശത്തിൽ അപ്രത്യക്ഷമാകുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വചനം നമ്മുടെ ദൈവത്തിന്റെ ഹൃദയത്തെ തുറന്ന് കാണിക്കുന്നതാണ്. ശിക്ഷിക്കാൻ മാത്രമല്ല അവിടുന്ന് ആഗ്രഹിക്കുന്നത്, നഷ്ടപ്പെട്ടവനെ കണ്ടെത്തുവാൻ വഴികൾ അന്വേഷിക്കുന്ന സ്നേഹപിതാവാണ് നമ്മുടെ ദൈവം. നിലത്തൊഴിച്ച വെള്ളം വീണ്ടും ശേഖരിക്കപ്പെടുകയില്ല എന്ന ഉപമ ജീവിതത്തിന്റെ നശ്വരതയെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞുപോയ സമയം തിരികെ വരില്ല. പറഞ്ഞുപോയ വാക്കുകൾ, ചെയ്തുപോയ പ്രവൃത്തികൾ തിരുത്തുവാൻ പലപ്പോഴും നമുക്കാവില്ല. മനുഷ്യജീവിതം എത്ര ദുർബലമാണ്. ഇന്നുള്ള ശ്വാസം നാളെ ഉണ്ടാകുമെന്നതിന് യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണെന്നും ഓരോ നിമിഷവും വിശുദ്ധമായി ജീവിക്കേണ്ട ഉത്തരവാദിത്വമുണ്ടെന്നും ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ വചനത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗം ഇതാണ്: ദൈവം മാർഗങ്ങൾ ആലോചിക്കുന്നു എന്നത്. മനുഷ്യൻ മതിലുകൾ പണിയുമ്പോൾ ദൈവം പാലങ്ങൾ പണിയുന്നു. മനുഷ്യൻ വാതിലുകൾ അടയ്ക്കുമ്പോൾ ദൈവം പുതിയ വാതിലുകൾ തുറക്കുന്നു. മനുഷ്യൻ വിധി പ്രസ്താവിക്കുമ്പോൾ ദൈവം വീണ്ടെടുപ്പിന്റെ സാധ്യതകൾ സൃഷ്ടിക്കുന്നു. ഇതാണ് സുവിശേഷത്തിന്റെ ഹൃദയം. ആദം വീണപ്പോൾ ദൈവം അവനെ ഉപേക്ഷിച്ചില്ല, വീണ്ടെടുപ്പിൻ വാഗ്ദാനം നൽകി. വഴിതെറ്റിയ ആടിനെ നല്ല ഇടയൻ അന്വേഷിച്ചു. ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ പിതാവ് ശിക്ഷയുടെ ചാട്ടവാറല്ല, സ്നേഹത്തിന്റെ ആലിംഗനമാണ് നൽകിയത്. കുരിശിൽ പോലും ക്രിസ്തു നഷ്ടപ്പെട്ട മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തന്റെ ജീവനെ സമർപ്പിച്ചില്ലേ? അതുകൊണ്ടാണ് ക്രിസ്തീയ വിശ്വാസം നിരാശയുടെ മതമല്ല, പ്രത്യാശയുടെ മതമാണ്. ഈ വചനം നമ്മോട് ചോദിക്കുന്ന ഒരു ആത്മീയ ചോദ്യമുണ്ട്: ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ? ചിലപ്പോൾ അകലം കിലോമീറ്ററുകളിലല്ല, ഹൃദയത്തിലാണ്. പ്രാർത്ഥന നഷ്ടപ്പെടുമ്പോൾ, സ്നേഹം തണുക്കുമ്പോൾ, ക്ഷമിക്കാനുള്ള മനസ്സ് മങ്ങുമ്പോൾ, ദൈവഹിതം മറക്കുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. എന്നാൽ സന്തോഷ വാർത്ത ഇതാണ്: ദൈവം നമ്മെ തിരികെ കൊണ്ടുവരുവാൻ ഇന്നും വഴികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ വചനം മറ്റൊരു ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിക്കുന്നുണ്ട്. ദൈവം ആളുകളെ തിരികെ കൊണ്ടുവരുവാൻ വഴികൾ അന്വേഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായ നാമം അകന്നുപോയവരെ ചേർത്ത് പിടിക്കണം എന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നു. പിണക്കമുള്ളിടത്ത് സമാധാനം വിതയ്ക്കുക, വെറുപ്പുള്ളിടത്ത് സ്നേഹം പകരുക, നിരാശയുള്ളിടത്ത് പ്രത്യാശയുടെ ദീപം തെളിയിക്കുക. ഈ പ്രഭാതത്തിൽ ഒരു തീരുമാനം നമുക്കെടുക്കാം: നമ്മുടെ ജീവിതം പാഴാകാൻ അനുവദിക്കരുത്. ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവിടുത്തെ സന്നദ്ധിയിലേക്ക് നമുക്ക് മടങ്ങാം. മറ്റൊരാൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവനെ കുറ്റപ്പെടുത്താതെ കരുണയുടെ പാലം പണിയാം. കാരണം ദൈവം ഇന്നും മനുഷ്യനെ തേടുന്ന ദൈവമാണ്. ഓർക്കുക, മനുഷ്യൻ പ്രതീക്ഷ അവസാനിക്കുന്നിടത്ത് ദൈവം പുതിയ വഴി ആരംഭിക്കുന്നു. മനുഷ്യൻ അകന്നു പോകുമ്പോൾ ദൈവം അടുത്തേക്ക് വരുന്നു. മനുഷ്യൻ നഷ്ടപ്പെടുമ്പോൾ ദൈവം അന്വേഷിക്കുന്നു. ആ കൃപയുടെ വഴികളിലൂടെ നമുക്ക് നടക്കുവാൻ ശ്രമിക്കാം. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നിലത്തൊഴിച്ച വെള്ളം പോലെ നശ്വരമായ ഞങ്ങളുടെ ജീവിതത്തെ നിന്റെ കൃപയുടെ ഉറവയാൽ പുതുക്കണമേ. അകന്നുപോയ ഞങ്ങളെ നിന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ. തകർന്ന ഹൃദയങ്ങളെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ പാദങ്ങളെ സമാധാനത്തിന്റെ വഴിയിൽ നടത്തണമേ. ഞങ്ങളുടെ ജീവിതത്തെ നിന്റെ മഹത്വത്തിന്റെ സാക്ഷ്യമാക്കി തീർക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.